അടുത്ത നമുക്ക് വരുന്നത് റീജിയണൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ് വരുന്നത്. അപ്പോൾ ഓരോ റീജിയന് വേണ്ടിയിട്ട് ആ ഒരു റീജിയനിലെ ഇപ്പോൾ നമ്മൾ ഗൾഫ് റീജിയൻ അല്ലെ, ഏഷ്യ, ഓക്കെ, ആഫ്രിക്ക, അപ്പോൾ അങ്ങനെ ഓരോ റീജിയനിലെ അവിടുത്തെ രാജ്യങ്ങളിൽ എന്ത് ചെയ്യാം, മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ മൈനിങ്, അഗ്രികൾച്ചറൽ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫിനാൻസിങ്ങും മറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഒരുപാട് ഇതുപോലെ തന്നെയുള്ള മൾട്ടി ലാറ്ററൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്തിൻ്റെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ഏരിയയിലാണ് നോക്കുക. ഫസ്റ്റത്തത് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അല്ല, പേരിൽ തന്നെ ഉണ്ട്. അത് ആർക്കായിരിക്കും, യൂറോപ്യൻ കൺട്രീസിനും പിന്നെ ചില അസോസിയേറ്റഡ് കൺട്രീസ് ഫ്രം ആഫ്രിക്ക. ഓക്കെ, അപ്പോൾ ചില ആഫ്രിക്കൻ കൺട്രീസിനും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിന് വേണ്ടിയിട്ടാണ് ആര്, യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഇപ്പോൾ ഇവർ ഇറ്റലിയിലൊക്കെ ഒരു എനർജി ഡോം എന്നിട്ട് സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 25 മില്യൺ യൂറോ ആണ് എന്ത് ചെയ്തുള്ളത്, ഫിനാൻസ് ചെയ്തുള്ളത് ഇറ്റലിയിലെ കമ്പനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. അപ്പോൾ അടുത്ത് നമുക്ക് വരുന്നത് ഇന്റർ അമേരിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പോൾ അത് മെയിനായിട്ട് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫിനാൻസ് ചെയ്യുന്നത്. സോ ഇന്റർ അമേരിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് മെയിനായിട്ട് ലാറ്റിൻ അമേരിക്കയിലാണ് ഫണ്ട് ചെയ്യുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രസീലിലെ സോ ആമസോൺ റീജിയനിൽ നോക്കാം, $900 മില്യൺ ഇൻ ബ്രസീലിയൻ ആമസോൺ മേഖലകളുടെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മീൻസ് ലെൻഡിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് $900 മില്യൺ ആണ്. ഓക്കെ, ഇനി അടുത്ത് Atlantic Development Group for Latin America. Again, their objective is to strengthen the private enterprises in the capital സപ്പോർട്ടും അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നതാണ് ഈ അറ്റ്ലാന്റിക് ഡെവലപ്മെന്റ് ഗ്രൂപ്പ് ഫോർ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അവരിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൊളീവിയയിലെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്തിട്ടുള്ളത് ആരാണ്, ഈ ഒരു അറ്റ്ലാന്റിക് ഡെവലപ്മെന്റ് ഗ്രൂപ്പാണ് ഫോർ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണം ഏതൊക്കെയാണ്, യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർ അമേരിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്, ദെൻ അറ്റ്ലാന്റിക് ഡെവലപ്മെന്റ് ഗ്രൂപ്പ് ഫോർ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, പിന്നെ അടുത്ത ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലേ. അപ്പോൾ ആരായിരിക്കും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്, നമ്മുടെ ഏഷ്യയിലത്തെ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, സോ നോക്കാം, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മെയിനായിട്ട് ഏഷ്യൻ പസഫിക് നേഷൻസിന് വേണ്ടിയിട്ട് അവരുടെ പ്രൊജക്റ്റുകൾക്ക് എന്ത് ചെയ്യുക, ഫണ്ടിങ് ചെയ്യുക, ഈവൻ അവരുടെ ക്യാപിറ്റൽ മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് അണ്ടർ റൈറ്റിംഗ് ഒക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതാണ് മെയിനായിട്ട് നമ്മളുടെ ഒബ്ജക്റ്റീവ്. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാകിസ്ഥാനിലെ ഇപ്പോൾ നിങ്ങൾ മറ്റേ ബാലക്കോട്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ പത്താൻകോട്ട് അങ്ങനെ പല സ്ഥലങ്ങൾ. അപ്പോൾ ഈ ഒരു ബാലക്കോട്ട് എന്നുള്ള സ്ഥലത്ത് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് ഹൈഡ്രോ പവർ പ്രൊജക്ട് $300 മില്യൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഹൈഡ്രോ പവർ പ്രൊജക്റ്റിന് ഫണ്ടിങ് ഫിനാൻസിങ് ചെയ്ത ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ആഫ്രിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ആഫ്രിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് പേരിലുണ്ട്, ആഫ്രിക്കൻ റീജിയനിൽ ആഫ്രിക്കൻ കൺട്രീസിന് വേണ്ടിയിട്ടായിരിക്കും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾക്കൊക്കെ ഡെവലപ്മെൻറ്റ് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവിടുത്തെ ഗവൺമെൻറ്റുകൾക്കും ഗവൺമെൻറ് ഏജൻസികൾക്കൊക്കെയാണ് മെയിനായിട്ട് ഫണ്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ഉഗാണ്ടയിലെ ഒരു കമ്പാല ജിഞ്ച ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ട്, 95 കിലോമീറ്ററോളം വരുന്നൊരു ഹൈവേ ആണ്. അപ്പോൾ അതിൻ്റെ ഫണ്ടിങ് ആയിട്ട് $229.5 മില്യൺ ഫണ്ടിങ് ഒക്കെയാണ് ആ ഒരു ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത അറബ് ഫണ്ട് ഫോർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. പേരിൽ തന്നെ നമ്മുടെ ഗൾഫ് റീജിയൻ അല്ലേ. സോ അറേബ്യൻ കൺട്രീസിനായിരിക്കും എന്ന് മെയിനായിട്ട് അറബ് ലീഗ് കൺട്രീസിനാണ് വരുന്നത്. അപ്പോൾ അവർ ഫണ്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് ഹൈവേ. ഓക്കെ, അൾജീരിയയിലെ ഏകദേശം 1200 കിലോമീറ്റർ വരുന്നൊരു ഹൈവേക്ക് ഫണ്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ യമനിലെ യമനിലൊരു സന വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് എന്നിട്ട് ഒരു യമനിലൊരു കമ്പനി അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതും തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന അറബ് ഫണ്ട് ഫോർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. പിന്നെ കൂടാതെ പ്രൈവറ്റ് സെക്ടറിൽ യൂറോപ്പിൽ വീണ്ടും പ്രൈവറ്റ് സെക്ടറിൽ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ അവർ മെയിനായിട്ട് ഇതിന് ഫിനാൻസിങ് പ്രൈവറ്റൈസേഷൻ ആണ്, യൂറോപ്പിലെ പ്രൈവറ്റൈസേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ടിങ് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മംഗോളിയയിൽ ഈവൻ ഇപ്പോൾ 2025 ജനുവരിയിൽ ഒരു ഫണ്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്വാൻസിങ് റിന്യൂവബിൾ എനർജി 300 മെഗാവാട്ടിൻ്റെ സോളാർ എനർജി ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, 300 മെഗാവാട്ടിൻ്റെ സോളാർ എനർജി, അതുപോലെ തന്നെ ഹൈഡ്രോ പവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയൊരു എമൗണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ബാങ്ക് എന്തുണ്ടായിരുന്നു, ലോണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു റീഡ് ഓൺലിയാണ്. മേ ബി ഈ എക്സാമിന് ഇത് ചോദിക്കാം, കാരണം മുമ്പത്തെ എക്സാമിന് വേൾഡ് ബാങ്കിനെ കുറിച്ചും IMFനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തതിൽ ഇപ്പോൾ റീജിയണൽ ബാങ്ക്സ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹെഡിങ്ങുകളെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുക. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഇന്റർ അമേരിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക്, അറ്റ്ലാന്റിക് ഡെവലപ്മെന്റ് ബാങ്ക് ഫോർ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, പിന്നെ അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക്, ദെൻ അറബ് ഫണ്ട് ഫോർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഓക്കെ, ലാസ്റ്റ് യൂറോപ്യൻ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഇപ്പോൾ ലൈക്ക് ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അതെങ്കിലും എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ച് വെക്കാം.
അടുത്ത നാഷണൽ ലെവലിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ സിഡ്ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടില്ല, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സിഡ്ബി. അപ്പോൾ അത് നാഷണൽ ലെവലാണ്, ഇന്ത്യയിൽ മാത്രം. അതുപോലെ തന്നെ ഇപ്പോൾ ചൈനയിൽ വേണമെങ്കിൽ ചൈന ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതായത് CDB, അങ്ങനെയുള്ള നാഷണൽ ബാങ്കുകളുണ്ട്. അപ്പോൾ അത് ആ ഒരു പർട്ടിക്കുലർ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അങ്ങനെ അതിൻ്റെ പ്രൊജക്റ്റുകൾ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഇത്തരം നാഷണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ടാവുക. ഇനി അതുകൂടാതെ അപ്പോൾ നമ്മൾ ഇപ്പോൾ IMF കുറിച്ച് പറഞ്ഞു, വേൾഡ് ബാങ്ക് പറഞ്ഞു, റീജിയണൽ ബാങ്ക്, നാഷണൽ ബാങ്ക് ഒക്കെ പറഞ്ഞു അല്ലേ. ഇത് കൂടാതെ കുറച്ച് അതർ റീജിയണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് വരുന്നതാണ് ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്. ഓക്കെ, ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്, ദാറ്റ് ഈസ് BIS ബാങ്ക് എന്ന് പറയും. നമ്മൾ SPM നമ്മൾ 4th ഗ്രൂപ്പിലെ SPM നമ്മൾ ബേസൽ ഫ്രെയിം വർക്ക് പഠിക്കാറുണ്ട് അല്ലേ. സോ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഫ്രെയിം വർക്കാണ് ബേസൽ ഫ്രെയിം വർക്ക് എന്നുള്ളത്. ബേസൽ 1, ബേസൽ 2, ബേസൽ 3 അല്ലേ. ആക്ച്വലി ബേസൽ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ സ്ഥലമാണ്. സ്വിറ്റ്സർലാൻഡിലെ ഒരു സിറ്റിയാണ് ഇത് ബേസൽ. കാരണം ഈ ബേസൽ വരാൻ കാരണം ഈ ഒരു BIS ബാങ്ക്, ഓക്കെ, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് 1930 ദാറ്റ് ഈസ് നമുക്കറിയാം 1930 പ്രത്യേകത മറ്റേ ഗ്രേറ്റ് ഡിപ്രഷൻ, ഓക്കെ, 1929 ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം അവിടെ കുറച്ച് രാജ്യങ്ങൾ ചേർന്നിട്ട് അവിടെ കുറച്ച് രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ബേസൽ, സ്വിറ്റ്സർലാൻഡിലാണ് വരുന്നത്. ഓക്കെ, അതൊരു സെൻട്രൽ ബാങ്കുകളുടെ ഒരു കുറേ സെൻട്രൽ ബാങ്കുകളുടെ ഒരു കൂട്ടായ്മയാണ് എന്ത് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ബാങ്ക് ഫോർ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ബേസൽ, സ്വിറ്റ്സർലാൻഡിലാണ് അതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത്. ഓക്കെ, അടുത്തത് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ അവിടുത്തെ രാജ്യങ്ങൾക്ക്, ഓക്കെ, അപ്പോൾ അവിടുത്തെ രാജ്യങ്ങൾക്ക് പല പ്രൊജക്റ്റിന് ഗ്യാരണ്ടി നിൽക്കാനും അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആര് ഈ പറഞ്ഞ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. അപ്പോൾ അവർ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഫണ്ടിങ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ആസ് വെൽ ആസ് ഫണ്ടിങ് ഒക്കെ കൊടുക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ മെമ്പർ കൺട്രീസിനാണ് എന്ത് ചെയ്യുന്നത് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹംഗറിയിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്. അവരും ഒരു എന്താ പറയുക ഈ പറഞ്ഞിരിക്കുന്ന റഷ്യയിലെ ഒരു എക്സാമ്പിളാണ് റഷ്യയിലെ ഒരു സെൻട്രൽ റിംഗ് റോഡ് എന്ന് പറയും. ഓക്കെ, സെൻട്രൽ റിംഗ് റോഡ് പ്രൊജക്ട് റഷ്യയിൽ അതിന് ഫിനാൻസ് ചെയ്തിട്ടുള്ള ആരാണ് ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. അപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിലാണ്. അത് അവരും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ബാങ്കുകളുടെ ഒരു അസോസിയേഷൻ പോലെ, ഓക്കെ, ആ ഒരു രാജ്യത്തെ യൂറോപ്യൻ കൺട്രീസിൻ്റെ സെൻട്രൽ ബാങ്കുകളുടെ ഒരു ഹെഡായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് തന്നെ നമ്മളിപ്പോൾ ഇന്ത്യയിലെ RBI എന്നൊക്കെ പറയുന്ന പോലെ യൂറോപ്യൻ കൺട്രീസിന് എല്ലാവരും ഫോളോ ചെയ്യുന്ന കറൻസിയൊക്കെ തന്നെയാണ് യൂറോ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ഒരു സെൻട്രൽ ബാങ്ക് പോലെ നിൽക്കുന്നതാണ് ആര് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ജർമ്മനിയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതർ റീജിയണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് BIS, അത് ബേസൽ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ദെൻ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, അതുപോലെ ദ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. ജസ്റ്റ് ഹെഡിങ്ങുകളിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നോക്കാം ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻസ് കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം നമുക്ക് വേണം അല്ലേ. സോ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേണം, മണി മാർക്കറ്റ് വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എന്താ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു കൂട്ടായ്മയാണ് എന്ന് പറയുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൻ്റെ കമ്പോണൻസ്, ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നോക്കാം. സോ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ദേ ഫെസിലിറ്റേറ്റ് ദ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻസ്. അപ്പോൾ അതിൽ വരുന്ന ഒന്ന് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, പിന്നെ മണി മാർക്കറ്റ്, ക്രെഡിറ്റ് മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 ആൾക്കാരാണ് ഇതിൽ വരുന്നത്, അല്ലെങ്കിൽ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റത്തത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഓക്കെ, ഇതിന് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ അതെന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്, അത് മെയിനായിട്ട് നോക്കാം. ടു അലൗ ദ കറൻസീസ് ടു ബി എന്താണ് എക്സ്ചേഞ്ച്. ദാറ്റ് ഈസ് ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഫിനാൻസ് വേണ്ടി വരും, ഡോളറൊക്കെ വേണ്ടി വരും, പൗണ്ട്, യൂറോ കാര്യങ്ങൾ. അപ്പം അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഏത് മാർക്കറ്റ് വേണ്ടി വരും? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് വേണ്ടി വരും. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടെസ്റ്റിൽ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആപ്പിൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ പല സൗത്ത് കൊറിയൻ കാർ കമ്പനിയിലേക്ക് ഇപ്പോൾ നമ്മളെ കിയ മോട്ടോഴ്സ്, അതുപോലെ തന്നെ
ഹ്യുണ്ടായി ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ എവിടേക്ക് വരുന്നു, ഇന്ത്യയിലോട്ട് വരുന്നു. ഇന്ത്യയിലൂടെ മാനുഫാക്ചറിങ് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ കറൻസികൾ എന്ത് ചെയ്യണം, കൺവേർഷനൊക്കെ ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് നമുക്ക് ഏത് മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ആവശ്യം വരുന്നത്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ തന്നെ നമുക്ക് 2 മാർക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പോട്ട് മാർക്കറ്റ് അല്ലേ, സ്പോട്ട് മാർക്കറ്റ് ആസ് ഓൺ ടുഡേ. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് എക്സ്ചേഞ്ച് അറ്റ് ദ അവൈലബിൾ സ്പോട്ട് റേറ്റ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഇന്ന് നമ്മൾ എക്സ്ചേഞ്ച് കൺവേർഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോട്ട് റേറ്റ്. അപ്പോൾ ആ ഒരു മാർക്കറ്റാണ് എന്ന് പറയുന്നത് സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അല്ലെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിന് എന്തായാലും ഒരു ക്രെഡിറ്റ് പീരീഡ് ഒക്കെ ഉണ്ടായിരിക്കും. 3 months 6 months പോലെയുള്ള ക്രെഡിറ്റ് പീരീഡ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം സമയങ്ങളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ലോക്ക് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു സ്പെക്കുലേഷൻ്റെ ഇപ്പോൾ കാര്യങ്ങൾക്ക് അല്ല ഹെഡ്ജിങ്ങിനാണ് മെയിനായിട്ട്. ഹെഡ്ജിങ്, സ്പെക്കുലേഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിലെ റേറ്റ് എന്ത് ചെയ്യാം, ഇന്ന് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ റേറ്റ് ഇന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് അതിലൊരു പൊസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണെന്ന് പറയുന്നത് ഫോർവേഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഫോർവേഡ് മാർക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് MNC ക്യാൻ ലോക്ക് ദ എക്സ്ചേഞ്ച് റേറ്റ് വിച്ച് വിൽ ബൈ സെൽ ദ കറൻസി. അത് ഫ്യൂച്ചറിൽ കറൻസി ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യാം, ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ദേ ഡു നോട്ട് ഹാവ് ടു വറി അബൌട്ട് ദ ഫ്ലക്ച്വേഷൻസ്. കറൻസി റേറ്റ് ഫ്ലക്ച്വേഷൻസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് നമ്മളത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു, ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇനി ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും, ഫോർവേഡ് കറൻസി, ഫോർവേഡ് കോൺട്രാക്റ്റുകൾ, കറൻസി ഫ്യൂച്ചേഴ്സ്, കറൻസി ഓപ്ഷൻസ്, ഈവൻ കറൻസി സ്വാപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ടു ഹെഡ്ജ് ആൻഡ് സ്പെക്കുലേറ്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അതാണ് ഇന്റർനാഷണൽ ഏത് മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കമ്പോണൻറ്റ്. രണ്ടാമത്താണ് ഇന്റർനാഷണൽ മണി മാർക്കറ്റ്. ഓക്കെ, നമുക്ക് ഷോർട്ട് ടൈം ലെവലിലോട്ട്, ഷോർട്ട് ടൈം ടൈമിലോട്ട് നമുക്ക് പൈസ ബോറോ ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ്. നോക്കാം, സോ ചില രാജ്യങ്ങൾക്ക് കൺട്രി ടു നീഡ് to short-term fund denominated in a foreign currency, they can borrow fund for importation. ഓക്കെ, ഇമ്പോർട്ട് ഒക്കെ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ബോറോ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അതല്ലേ നമ്മൾ മണി മാർക്കറ്റ് ഹെഡ്ജിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഷോർട്ട് ടൈം 3 മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോറോ ചെയ്യുന്നു. കൂടാതെ നമുക്കിപ്പോൾ ഒരു രാജ്യത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് ലോവറാണ്. ഇപ്പോൾ ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ ജപ്പാനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് എന്ത് ചെയ്യാം, ബോറോ ചെയ്യാം. ബിക്കോസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് വെരി ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഫേവറബിൾ എക്സ്ചേഞ്ച് റേറ്റ് പൊസിഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ, അതുപോലെ തന്നെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫേവറബിൾ എക്സ്ചേഞ്ച് റേറ്റ് പൊസിഷൻ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, ലൈക്ക് ഇപ്പോൾ യൂറോപ്യൻ മണി മാർക്കറ്റ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് യൂറോപ്യൻ മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നോക്കാം, അത് യൂറോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പല ആൾക്കാർ ഇപ്പം US പല ആൾക്കാർക്കും യൂറോപ്പിൽ ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യണമെങ്കിൽ അവിടെ തന്നെ ഫണ്ട് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ US ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, യൂറോപ്പിൽ പോയിട്ട് എന്ത് ചെയ്തു, ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനാണ് നമ്മൾ യൂറോ ഡോളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദീസ് ഡോളർ ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്സ് ഇൻ യൂറോപ്പ്. ഓക്കെ, അപ്പോൾ യൂറോപ്പിലെ ബാങ്കുകൾ നമ്മൾ ഡോളർ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. ദേ കെയിം ടു ബി നോൺ ആസ് എന്ത്, യൂറോ ഡോളേഴ്സ്, ആൻഡ് ദ മാർക്കറ്റ് ഫോർ യൂറോ ഡോളേഴ്സ് ഈസ് കെയിം ടു ബി നോൺ ആസ് ദ യൂറോ കറൻസി മാർക്കറ്റ്. അപ്പോൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും US കമ്പനീസും അല്ലെങ്കിൽ US ഇൻവെസ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്തു, യൂറോപ്പിലെ ബാങ്കുകളിൽ പോയിട്ട് ഡോളർ ഡെപ്പോസിറ്റൊക്കെ തുടങ്ങി. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂറോ ഡോളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി കൂടാതെ ഇപ്പോൾ ഈ പെട്രോളിൻ്റെ കാര്യം, ഇപ്പോൾ പെട്രോളിൻ്റെ നമുക്കറിയാം, ഓയിൽ ഇപ്പോൾ സൗദി അറേബ്യയിലുള്ളൊരു ഓയിൽ കമ്പനിയാണ് ആരംകോ എന്നുള്ളത് അല്ലേ. അപ്പോൾ 1975 ഒരു കരാറനുസരിച്ച് ഈ പറഞ്ഞ ഓയിലിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ US ഡോളറിലാണ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ 2025 അവസാനിച്ചു. കാരണം 1975 50 വർഷത്തെ കരാറാണ് വെച്ചിട്ടുണ്ടായത്. US സൗദി അറേബ്യയും തമ്മിൽ 50 വർഷത്തെ ഒരു കരാറുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഓയിലിൻ്റെ എല്ലാ ബില്ലിങ് ഇൻവോയ്സിംഗ് ഒക്കെ എന്തിലായിരിക്കണം, US ഡോളറിലായിരിക്കണം. ഓക്കെ, അപ്പോൾ 1975 മുതൽ 2025 വരെയായിരുന്നു ആ ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞത്. സോ കറൻ്റ് ആ കോൺട്രാക്ട് അവസാനിച്ചു. അപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ട്രംപ് ഇനിയും അത് ഡോളറിൽ തന്നെ ബില്ലിങ് ചെയ്യണം എന്നുള്ള ഒരു വാശിയിലാണ്. ഓക്കെ, അപ്പോൾ സൗദി അറേബ്യ അവരുടെ സ്വന്തം കറൻസിയിൽ എന്ത് ചെയ്യാണ്, ബില്ലിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഇനി തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ, അപ്പോൾ അതുമായി അല്ലെങ്കിൽ ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു അസോസിയേഷൻ പോലെ ഉണ്ട്. ദാറ്റ് ഈസ് OPEC എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്താ പറയുക,
ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഓക്കെ, OPEC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അപ്പോൾ അവർ എന്ത് ചെയ്യാണ്, ഒരു കറൻസി എനിക്ക് പറയാം ഡോളറാണ്. അവർ ഡോളറിലാണ് കൂടുതൽ ബില്ലിങ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പല ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, ഈ ഡോളറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണം. ഓയിലിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഡോളർ എമൗണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും റിസർവ് ആയിട്ട് സൂക്ഷിക്കണം. അപ്പോൾ അത്തരം ദീസ് ഡോളർ ഡിനോമിനേറ്റ് ഡെപ്പോസിറ്റ്സ് ആർ സംടൈംസ് നോൺ ആസ് പെട്രോ ഡോളേഴ്സ് ആണ് അറിയപ്പെടുന്നത്. ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് പെട്രോൾ ഡോളർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഓയിലിൻ്റെ പേയ്മെൻറ്റ് ഡോളറിൽ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി തന്നെ എന്താ പറയുക ഡോളർ വാങ്ങിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. അത്തരം ഡെപ്പോസിറ്റുകൾ വിളിക്കുന്ന പേരാണ് പെട്രോ ഡോളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന് 2 മണി മാർക്കറ്റ്, ഒന്ന് യൂറോപ്യൻ മണി മാർക്കറ്റ് നമ്മൾ പഠിച്ചു. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ നമ്മൾ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ്, അതിൻ്റെ അകത്ത് നമ്മൾ യൂറോപ്യൻ മണി മാർക്കറ്റാണ് ഇപ്പോൾ കവർ ചെയ്തത്. ഓക്കെ, യെസ്.